32 വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്റെ അവസ്ഥ എന്തായിരിക്കും? കേട്ടാ നിങ്ങൾ ശരിക്കും ഞെട്ടും. സംഭവം നടന്നത് അങ്ങ് ന്യൂയോർക്കിലാണ്. രാത്രി 11 മണിയായപ്പോൾ നമ്മുടെ അമ്മൂമ്മ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. കറക്റ്റ് ആ ടൈമിലാണ് ആരോ മെയിൻ ഡോറിൽ വന്ന് അമ്മൂമ്മയുടെ കതകിനെ തട്ടുന്നത്. പുറത്തു നിന്നവൻ വിളിച്ചു പറഞ്ഞത്, എനിക്ക് സുഖമില്ല, ആംബുലൻസിനെ ഒന്ന് വിളിക്കണം, ദയവായി വാതിലൊന്ന് തുറക്കൂ എന്നായിരുന്നു. പക്ഷേ അമ്മൂമ്മ അത്ര മണ്ടിയൊന്നുമല്ല. പുള്ളിക്കാരി വാതിൽ തുറക്കാതെ നേരെ പോലീസിനെ വിളിച്ചു. ഇത് കേട്ടതും കള്ളന് ദേഷ്യം വന്നു. അയാൾ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി. വീടിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് വീട് ഫുള്ളും ഇരുട്ടായിരുന്നു. കള്ളൻ വിചാരിച്ചത് അമ്മൂമ്മ ഇയാളെ കണ്ട് പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നാണ്. പക്ഷേ കള്ളന് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ അമ്മൂമ്മയുടെ പേര് വില്ലി മർഫി എന്നാണ്. പുള്ളിക്കാരി വെറും ഒരു അമ്മൂമ്മയൊന്നുമല്ല, 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഒന്നാം തരം പവർ ലിഫ്റ്റർ ആയിരുന്നു. ഒരു ദിവസം പോലും വർക്കൗട്ട് മുടങ്ങാത്ത ഒരു കില്ലാടി അമ്മൂമ്മ. കള്ളനാണെങ്കിൽ ഇരുട്ടത്ത് അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ഒളിച്ചിരുന്ന അമ്മൂമ്മ കയ്യിൽ കിട്ടിയ ടേബിൾ കൊണ്ട് കള്ളനിട്ട് ഒരു ഒറ്റ അടി. അടിച്ച അടിയിൽ ടേബിൾ തരിപ്പണമായി. അടി കൊണ്ട് താഴെ വിടുന്നതും അമ്മൂമ്മ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഷാംപൂ ബോട്ടിലെടുത്ത് അവന്റെ കണ്ണിലേക്ക് ചീറ്റി. അവൻ കണ്ണ് തിരുമ്മി നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത ചൂല് കൊണ്ടായിരുന്നു പെട. എന്നെ ഒന്ന് വിട്ടേക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും അമ്മൂമ്മ അവനെ വിടാൻ തയ്യാറായില്ല. ഒടുവിൽ പോലീസൊക്കെ വന്നു. കള്ളനാണെങ്കിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ്. ഇതൊക്കെ കണ്ട് പോലീസുകാർ തന്നെ അമ്മൂമ്മയുടെ ഫാനായി. അമ്മൂമ്മയുടെ കൂടെ നിന്ന് 2 സെൽഫിയൊക്കെ എടുത്ത് പോലീസുകാർ ആ കള്ളനെയും പൊക്കി ആംബുലൻസിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. പോകുന്നതിന് മുൻപ് അമ്മൂമ്മയോട് കേസ് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മൂമ്മ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്, ഇനി ഇതിലപ്പുറം എനിക്ക് കേസൊന്നും വേണ്ട. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പവർ ലിഫ്റ്റർ